ടോപ്പ് ന്യൂസ് ആരംഭിക്കുന്നു. പ്രധാനപ്പെട്ട വാർത്തകൾ വേഗം നോക്കി വരാം. ഒപ്പിടുന്നതിൽ രാഷ്ട്രപതിക്കും സമയപരിധി നിശ്ചയിച്ച് സുപ്രീം കോടതി. ഗവർണർമാർ അയക്കുന്ന ബില്ലുകളിൽ രാഷ്ട്രപതി 3 മാസത്തിനകം തീരുമാനമെടുക്കണമെന്ന് സുപ്രീം കോടതി. സുപ്രീം കോടതി ഉത്തരവിന് പിന്നാലെ ഗവർണർ തടഞ്ഞുവെച്ച 10 ബില്ലുകളും നിയമമാക്കി തമിഴ്നാട് നിയമസഭ. ചരിത്രത്തിലാദ്യമായി രാഷ്ട്രപതിയുടെയോ ഗവർണറുടെയോ ഒപ്പില്ലാതെ ബില്ലുകൾ നിയമമാക്കുന്ന ആദ്യ സംസ്ഥാനമായി തമിഴ്നാട്. സുപ്രീം കോടതി വിധിക്കെതിരെ കേരള ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ. ഭരണഘടനാ വിഷയങ്ങൾ 2 ജഡ്ജിമാർ എങ്ങനെ തീരുമാനിക്കും? ഭരണഘടന ഗവർണർക്ക് സമയപരിധി നിശ്ചയിച്ചിട്ടില്ലെന്നും രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ. സുപ്രീം കോടതി ഉത്തരവോടെ ബില്ലുകൾ നിയമമായെന്ന് മന്ത്രി പി രാജീവ്. ജനാധിപത്യമാണ് ഈ വിധിയിലൂടെ ഉയർത്തിപ്പിടിക്കുന്നത്. ബില്ലിൽ അനന്തമായി അടയിരിക്കുമ്പോൾ ജനാധിപത്യം ഇല്ലാതാകുന്നു. വ്യക്തമാക്കിയിട്ടുള്ളത് അദ്ദേഹത്തിന് അഭിപ്രായങ്ങൾ പ്രകടിപ്പിക്കാൻ പൂർണ്ണമായ സ്വാതന്ത്ര്യമുണ്ട്. ഇപ്പോൾ രാജ്യത്തിന്റെ നിയമമായി മാറിയിരിക്കുന്നു എന്നാണ് കാണുന്നത്. ജനങ്ങളുടെ അഭിപ്രായങ്ങളാണ് ബില്ലുകളിലൂടെ പ്രതിഫലിക്കുന്നത്. അത് ജനങ്ങളുടെ പ്രതിനിധികളാണ് അത് പാസ്സാക്കുന്നത്. അത് അനന്തമായി അടയിരിക്കുക എന്ന് പറയുമ്പോൾ ജനാധിപത്യം തന്നെ ഇല്ലാതാകുന്നു എന്ന രൂപത്തിലേക്ക് എത്തും. അത്തരം ഘട്ടത്തിലാണ് സുപ്രീം കോടതി ഈ വിധി വ്യക്തമാക്കിയിട്ടുള്ളത്. അപ്പോൾ അദ്ദേഹത്തിന് അഭിപ്രായങ്ങൾ പ്രകടിപ്പിക്കാൻ പൂർണ്ണമായ സ്വാതന്ത്ര്യമുണ്ട്. ഇപ്പോൾ രാജ്യത്തിന്റെ നിയമമായി മാറിയിരിക്കുന്നു എന്നാണ് കാണുന്നത്. ജനങ്ങളുടെ അഭിപ്രായങ്ങളാണ് സുപ്രീം കോടതി വിധി പ്രതീക്ഷയുണ്ടാക്കുന്നതെന്നും കോടതി വിധിയുടെ സ്പിരിറ്റ് ഉൾക്കൊള്ളാൻ ഗവർണർമാർക്കാകണമെന്നും CPIM ജനറൽ സെക്രട്ടറി MA ബേബി. എന്നുള്ള സുപ്രീം കോടതിയുടെ വിധി അതിൻ്റെ സ്പിരിറ്റ് ഉൾക്കൊള്ളാൻ തക്ക തിരിച്ചറിവ് എല്ലാ ഗവർണർമാർക്കും ഉണ്ടാവുകയാണ് വേണ്ടത്. എന്നാൽ കേരള ഗവർണറുടെ ഇപ്പോൾ കേട്ടതായ ഈ പ്രതികരണം സുപ്രീം കോടതിയുടെ വിധിയുടെ സ്പിരിറ്റ് ഉൾക്കൊള്ളുന്നതല്ല. ഗവർണർമാർ സംസ്ഥാന നിയമസഭകൾ പാസ്സാക്കുന്ന നിയമങ്ങളെ അനന്തമായി വെച്ച് താമസിപ്പിക്കുന്നത് ജനാധിപത്യ വ്യവസ്ഥയ്ക്കൊട്ടും യോജിച്ചതല്ല എന്നുള്ള ഗവർണറുടെ നിലപാട് ഭരണഘടനയുടെ അന്തസ്സത്ത ഉൾക്കൊള്ളുന്നതല്ലെന്ന് A A റഹീം MP. ഗവർണർമാർ ഭരണഘടനയെ ദുർവ്യാഖ്യാനം ചെയ്യുകയായിരുന്നു. ഒരു വിസ്ഡം അനുസരിച്ച് നടക്കും, ഗുഡ് ഫെയ്ത്തിൽ കാര്യങ്ങൾ നടക്കുമെന്ന സതുദ്ദേശത്തോടു കൂടി ഭരണഘടനാ നിർമ്മാതാക്കൾ ആ നിശബ്ദത അവിടെ അങ്ങനെ തന്നെ വെച്ചിരിക്കുന്നതാണ്. നിശ്ചിതമായൊരു കാലം ഗവർണർക്കില്ല. ഒരു ബില്ലിൽ നിയമസഭ പാസ്സാക്കിയ ഒരു ബില്ലിന്മേൽ ഉത്തരവിടാൻ അല്ലെങ്കിൽ ഒപ്പിടാനുള്ള നിശ്ചിതമായൊരു കാലയളവ് കോൺസ്റ്റിറ്റ്യൂഷണൽ പോസ്റ്റിലിരിക്കുന്ന ഗവർണർക്കില്ല, രാഷ്ട്രപതിക്കില്ല. അവിടെ ഒരു നിശബ്ദതയുണ്ട്. ആ നിശബ്ദതയെ ദുർവ്യാഖ്യാനം ചെയ്തുകൊണ്ടാണ് കൽപ്പാന്ത കാലത്തോളം ഞങ്ങളുടെ കയ്യിൽ വെച്ചിരിക്കാൻ അധികാരമുണ്ട് എന്ന് ഗവർണർമാർ വ്യാഖ്യാനിച്ചത്. കോഴിക്കോട് രൂപതയെ അതിരൂപതയായി ഉയർത്തി പ്രഖ്യാപനം വത്തിക്കാനിൽ നിന്ന്. ഡോക്ടർ വർഗീസ് ചക്കാലക്കൽ ആദ്യ ആർച്ച് ബിഷപ്പ്. കോഴിക്കോട് രൂപത കേരളത്തിലെ 3ാമത്തെ ലത്തീൻ രൂപത. മുണ്ടക്കൈ ചൂരൽമല ടൗൺഷിപ്പ് നിർമ്മാണത്തിന് തുടക്കം. എൽസ്റ്റൺ എസ്റ്റേറ്റ് ഏറ്റെടുത്ത സർക്കാർ നടപടിക്കെതിരെ സുപ്രീം കോടതിയെ സമീപിക്കാൻ ഉടമകൾ. സുപ്രീം കോടതിയിൽ തടസ്സ ഹർജി നൽകി സംസ്ഥാന സർക്കാർ. സമൂഹത്തിൽ അശാസ്ത്രീയത പ്രചരിപ്പിക്കുന്നവർ സാമൂഹ്യദ്രോഹികളെന്ന് മുഖ്യമന്ത്രി. ആധുനിക വൈദ്യശാസ്ത്രത്തോട് വിമുഖത കാട്ടുന്നവർക്കെതിരെ ഒറ്റക്കെട്ടായി നിൽക്കണമെന്നും മുഖ്യമന്ത്രി. വിമുഖത കാണിക്കുന്നത് ജീവൻ കൊടുക്കുന്നതിനിടയാക്കുന്നു എന്നുള്ളതാണ് അടുത്ത ദിവസത്തെ വാർത്തയിൽ നാം കണ്ടത്. അശാസ്ത്രീയമായ കാര്യങ്ങൾ പ്രചരിപ്പിക്കുന്നവരെ സമൂഹത്തിന് വലിയ ദ്രോഹമാണ് വരുത്തി വെക്കുന്നത്. സമൂഹത്തോട് ദ്രോഹം ചെയ്യുന്നവരെയാണ് സാമൂഹ്യദ്രോഹികൾ എന്ന് നാം സാധാരണ പറയാറുള്ളത്. കഴിഞ്ഞ 2 വർഷമായി നടന്ന കൂട്ടായ ജനകീയ യുദ്ധത്തിന്റെ ഒടുവിലാണ് കോൺക്ലേവിൽ എത്തിച്ചേർന്നതെന്ന് മന്ത്രി MP രാജേഷ്.
ഇത്രയും വലിയ മുന്നേറ്റം കൈവരിക്കാൻ കഴിയുമെന്ന് കരുതിയില്ലെന്നും മാലിന്യമുക്ത കേരളം പൂർണ്ണതയിലെത്താൻ ഇനിയും കുറച്ച് ദൂരമുണ്ടെന്നും മന്ത്രി പറഞ്ഞു. വാർഡുകളെ മാലിന്യമുക്തമായി പ്രഖ്യാപിച്ചതിന് ശേഷമാണ് ഇപ്പോൾ വലിയ ഒരു മുന്നേറ്റം നമുക്കിന്ന് കൈവരിക്കാൻ കഴിഞ്ഞിരിക്കുന്നു. എന്നാൽ പൂർണ്ണതയിലെത്താൻ ഇനിയും കുറച്ചു ദൂരം കൂടി സഞ്ചരിക്കേണ്ടതുണ്ട്. ഇപ്പോഴും പലയിടത്തും മാലിന്യ സംസ്കരണ പ്ലാന്റുകൾക്കെതിരായ പ്രതിഷേധങ്ങളുണ്ട്. ആ പ്രതിഷേധങ്ങളെ അവഗണിക്കുകയല്ല സർക്കാർ ചെയ്തത്, പ്രതിഷേധക്കാരെ മുഴുവൻ ക്ഷണിച്ചു നടത്തിയ ഒരു കോൺക്ലേവാണ് എന്ന പ്രത്യേകത കൂടി ഈ കോൺക്ലേവിനുണ്ട്. ഇലക്ട്രോണിക് വോട്ടിംഗ് യന്ത്രങ്ങൾ ഹാക്ക് ചെയ്യപ്പെടാൻ എളുപ്പമാണെന്ന് അമേരിക്കൻ ഇന്റലിജൻസ് ഡയറക്ടർ. ഇന്ത്യയിലെ വോട്ടിംഗ് മെഷീനുകൾ സുരക്ഷിതമെന്ന് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. അഞ്ചാറു വർഷം കൊണ്ട് രാജ്യത്തിനുണ്ടായത് പുരോഗതിയോ അധോഗതിയോ എന്ന് സംശയമെന്ന് നടൻ ടോവിനോ തോമസ്. സൗദി അറേബ്യയെ കണ്ടുപിടിക്കണമെന്നും ടോവിനോ. അറിയാം, ഞാൻ 2019 പോയപ്പോൾ കണ്ടിട്ടുള്ള സൗദിയല്ല ഞാൻ പിന്നീട് 2023 പോയപ്പോൾ കണ്ടത്. അപ്പോൾ അതിനതിൻ്റെ സമയം കൊടുക്കും. അവരുടേതായിട്ടുള്ള ഭേദഗതികൾ വരുത്തുന്നുണ്ട്. ഇപ്പോൾ 2019 ഇന്ത്യ ഉണ്ടായിരുന്നതിനേക്കാൾ പ്രോഗ്രസീവായിട്ടാണോ റിഗ്രസീവായിട്ടാണോ നമ്മൾ മാറിയിരിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഭയങ്കര ഒരു ക്വസ്റ്റ്യനാണ്. നിങ്ങൾക്ക് തന്നെ കഴിഞ്ഞ 5-6 വർഷം കൊണ്ട് പുരോഗതിയാണോ ഉണ്ടായിരിക്കുന്നത് അല്ലെങ്കിൽ അധോഗതിയാണോ ഉണ്ടായിട്ടുള്ളതെന്ന് എനിക്ക് കാര്യത്തിൽ സംശയമുണ്ട്. വാക്സിൻ വിരുദ്ധത പ്രചരിപ്പിക്കുന്നവർ സാമൂഹ്യ ദ്രോഹികളെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. അതൊക്കെ ഈ തരത്തിലുള്ള അശാസ്ത്രീയ ചിന്തകളുടെ ഭാഗമായി സംഭവിച്ചതുമാണ്. വാക്സിൻ വിരുദ്ധത ഗർഭകാലത്തും പ്രസവത്തിലും സുരക്ഷ ഉറപ്പാക്കാൻ വളരെ പ്രധാനപ്പെട്ടതാണ്. ആധുനിക വൈദ്യശാസ്ത്രം വലിയ തോതിൽ പുരോഗതി പ്രാപിച്ച ഈ ഘട്ടത്തിൽ അതിൻ്റേതായ സാങ്കേതിക മികവ് സ്വീകരിക്കുന്നതിന് വിമുഖത കാണിക്കുന്നത് ജീവൻ കൊടുക്കുന്നതിനിടയാക്കുന്നു എന്നുള്ളതാണ് അടുത്ത ദിവസത്തെ വാർത്തയിൽ നാം കണ്ടത്. ടി വീണയുടെ പേരിൽ രാഷ്ട്രീയ ദുഷ്ടലാക്കോടെ കേന്ദ്ര ഏജൻസികൾ കേസെടുക്കുന്നുവെന്ന് മന്ത്രി വി ശിവൻകുട്ടി. ഗവൺമെന്റിന്റെ ഏജൻസികൾ കേസെടുക്കുന്നുണ്ട്. ആ കേസുകൾ കോടതിയുടെ പരിഗണനയിലാണ്. അതുപോലെ അന്വേഷണത്തിന്റെ പാതയിലാണ്. PM ശ്രീയുമായി ബന്ധപ്പെട്ട് ബിനോയ് വിശ്വത്തിന്റെ പ്രസ്താവനയ്ക്ക് മറുപടിയുമായി മന്ത്രി വി ശിവൻകുട്ടി. പല ഘട്ടങ്ങളിലായിട്ട് 1500 കോടി രൂപ കേരളത്തിലെ സ്കൂളുകളിൽ പാവപ്പെട്ട കുട്ടികളുടെ വിദ്യാഭ്യാസം മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടി അനുവദിക്കുന്നുണ്ട്. ആ പൈസ നമുക്ക് ഉപേക്ഷിക്കണോ വേണ്ടേ എന്നുള്ളതാണ് പ്രശ്നം എന്ന് പറയുന്നത്. കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ആയതുകൊണ്ട് നമ്മൾ ആ ഫണ്ട് നമ്മൾ വാങ്ങാതിരിക്കേണ്ട കാര്യമില്ല. ദില്ലി വിമാനത്താവളത്തിലെ 350 വിമാന സർവീസുകൾ വൈകി. വിമാനങ്ങൾ ഒരുമിച്ചെത്തിയതാണ് കാരണമെന്ന് റിപ്പോർട്ട്. വിമാന സർവീസുകൾ വൈകിയതോടെ നിരവധി യാത്രക്കാർ ദുരിതത്തിൽ. അടിച്ചമർത്തൽ നടപടി തുടർന്ന് ദില്ലി അംബേദ്കർ യൂണിവേഴ്സിറ്റി 5 വിദ്യാർത്ഥികളെ കൂടി സസ്പെൻഡ് ചെയ്തു. SFI യൂണിറ്റ് ജോയിന്റ് സെക്രട്ടറി ഉൾപ്പെടെ 2 മലയാളി വിദ്യാർത്ഥികൾക്കും സസ്പെൻഷൻ. $70,000 കടന്ന സ്വർണ്ണവില. ഗ്രാമിന് 25 രൂപ കൂടി. പവന് 200 രൂപ കൂടി 70,168 രൂപയായി. ആശാവർക്കർമാരുടെ പേരിൽ കേരളത്തിൽ നടക്കുന്ന സമരം സംസ്ഥാനം ഭരിക്കുന്ന ഇടതുപക്ഷ സർക്കാരിനെ അട്ടിമറിക്കാനാണെന്ന് ആശാ വർക്കേഴ്സ് ഓൾ ഇന്ത്യ പ്രസിഡന്റ് PP പ്രേമ. വഖഫ് നിയമത്തിനെതിരെയുള്ള പ്രതിഷേധത്തിൽ മുർഷിദാബാദിൽ സംഘർഷം രൂക്ഷമാകുന്നു. സംഘർഷത്തിൽ ഒരാൾക്ക് വെടിയേറ്റു. സംഘർഷത്തിൽ അറസ്റ്റിലായവരുടെ എണ്ണം 118ആയി. UPI സേവനങ്ങളിലുണ്ടായ തടസ്സം നീക്കിയെന്നറിയിച്ച് NPCI. ഉപഭോക്താക്കൾക്കുണ്ടായ ബുദ്ധിമുട്ടിൽ ഖേദം പ്രകടിപ്പിക്കുന്നതായും NPCI.
സംസ്ഥാനത്ത് അടുത്ത 5 ദിവസം ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കാലാവസ്ഥാ വകുപ്പ്. വിവിധ ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു. മുംബൈ ഭീകരാക്രമണ കേസ് മുഖ്യ സൂത്രധാരൻ തഹാവൂർ റാണയുമായി തെളിവെടുപ്പ് നടത്താൻ NIA. ആക്രമണത്തിന് മുൻപ് ഇയാൾ സന്ദർശിച്ച സ്ഥലങ്ങൾ റാണയെ എത്തിക്കും. കേരളത്തിൽ കൊച്ചിയിലെത്തിച്ചും തെളിവെടുപ്പ് നടത്തും. മലപ്പുറത്ത് വീട്ടിലെ പ്രസവത്തിലെ മരണത്തിൽ ആശാപ്രവർത്തകരോടുൾപ്പെടെ കുടുംബം വിവരങ്ങൾ മറച്ചുവെച്ചുവെന്ന് മന്ത്രി വീണ ജോർജ്. ചികിത്സയല്ലാത്ത രീതികളിലൂടെ ഉള്ള പ്രവർത്തനങ്ങൾ അംഗീകരിക്കാനായിട്ട് കഴിയില്ല. ഈ കേസ്, ഈ പറഞ്ഞ ഏറ്റവും അവസാനം ഉണ്ടായിട്ടുള്ളൊരു കേസ് 3 മണിക്കൂർ ബ്ലീഡ് ചെയ്തിട്ട് ആ യുവതി അവിടെ ഉണ്ടായിരുന്നുള്ളത്. അപ്പോൾ അതൊരു ക്രൈമാണ്. അതൊരു മനഃപൂർവ്വമായിട്ടുള്ളൊരു നരഹത്യ എന്നുള്ള നിലയിലാണ് അതിനെ കണക്കാക്കാനായിട്ട് കഴിയുക. ചാലക്കുടി പോട്ട ബാങ്ക് കവർച്ചയിൽ കുറ്റപത്രം സമർപ്പിച്ചു. കവർച്ച നടന്ന് 58ാം ദിവസമാണ് കുറ്റപത്രം സമർപ്പിച്ചത്. ഫെബ്രുവരി 14-ലാണ് ബാങ്ക് കവർച്ച നടന്നത്. ആശാരിപ്പാറ സ്വദേശി റിജോ ആന്റണി മാത്രമാണ് കേസിൽ പ്രതി. ഇതോടെ ടോപ്പ് ന്യൂസ് പൂർണ്ണമാകുന്നു.